മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഏപ്രിൽ 14 മുതൽ 20 വരെയുള്ള എല്ലാ 12 രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലും, സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും, ഗുരു ഇടവം രാശിയിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും, കേതു കന്നി രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച തുലാം, വൃശ്ചികം, ധനു രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടൻ രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ്റെ നിങ്ങളുടെ രാശിയിലേക്കുള്ള ആഗമനം ആത്മധൈര്യത്തിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ്. നിങ്ങളിലൊരു ലീഡർഷിപ്പ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. സൂര്യൻ 12-ൽ നിന്ന സമയത്ത് ഗവൺമെൻറ് കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ട് കാണും. അതൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 7 ശനിയുടെ പ്രഭാവത്തിലുമാണല്ലോ. ഈ സമയത്ത് പൊതുവെ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അല്പം കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതാണ്. കരിയറിലും ബിസിനസ്സിലും സമയം നല്ലതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഈഗോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. കാരണം സൂര്യൻ്റെ 7-ാം ദൃഷ്ടി നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് വീട്ടിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ല ശ്രദ്ധയോടെ ആയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവം രാശിക്കാരാണ്. കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഓഫീസിൽ സീനിയേഴ്സുമായി നല്ല കോപ്പറേറ്റീവായി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ഈ ആഴ്ച പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പല സ്ഥലത്തു നിന്നും പ്രലോഭനങ്ങൾ ലഭിക്കുമെങ്കിലും നന്നായി ആലോചിച്ച് വേണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ അല്പം സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അധികം വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കത്തില്ല. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം. നടുവിന് വേദന, കൈകാലുകൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും 50-ഉം 60-ഉം വയസ്സിന് മുകളിലുള്ളവർക്ക്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ്. ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് ചേഞ്ച് ഓഫ് ജോബോ ചേഞ്ച് ഓഫ് വർക്ക് പ്ലേസോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും. ഓഫീസിൽ മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും സമയം സാമാന്യമായിരിക്കും. സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം.
ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കർക്കിടകം രാശിക്കാർ എല്ലാ കാര്യങ്ങളും അല്പം സ്ലോയിലായിരിക്കും ചെയ്യുന്നത്. എങ്കിലും പിന്നീട് എല്ലാം നോർമലാകുന്നതുമായിരിക്കും. കർമ്മരംഗത്ത് ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ജോബിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില ഇമോഷണൽ സീനുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ദമ്പതികൾ ഈ ആഴ്ച പ്രധാനപ്പെട്ടതോ വലുതായിട്ടുള്ളതോ ആയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സന്താനപക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുമായി നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുമായി ബോണ്ടിങ് വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും മാനസിക സമ്മർദ്ദം അല്പം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ചെറിയ കുട്ടികൾക്ക് പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മകം പൂരം ഉത്രം 1-ാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരുടെ കോൺഫിഡൻസ് ലെവലിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറുന്നതും അത് പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും. പുതിയ ബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും. ബിസിനസ് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും രക്തസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അല്പം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കുടുംബസമേതം ചില ഗെറ്റ് ടുഗദറിലും മറ്റും പങ്കെടുക്കുന്നതായിരിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും. ഓഫീസിൽ ആഴ്ചയുടെ അവസാന സമയത്ത് ബോസുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഡീഹൈഡ്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രമിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. അത് വീട്ടിലായാലും പുറത്തായാലും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ മാതാപിതാക്കളും നന്നായി ശ്രദ്ധിക്കണം. വീക്കെൻഡിൽ കുടുംബാതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കാരണം കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ്. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ് മാതിരിയുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ബ്ലോക്കായി കിടന്ന പൈസ ലഭിക്കുവാനും സാധ്യതകളുണ്ട്. റിലേഷൻഷിപ്പിലുള്ളവർ ഈ സമയത്ത് നല്ല മാച്യൂരിറ്റിയോടെ പെരുമാറുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. തുലാം രാശിക്കാർ ആരോഗ്യത്തിൽ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. വാഹനങ്ങൾ, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ്. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുന്നതിനാൽ നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും. പക്ഷേ പിന്നീട് ക്രമേണ എല്ലാം നോർമലാകുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. അതിനാൽ സാമ്പത്തിക സ്ഥിതികളും സുദൃഢമാകുന്നതായിരിക്കും.
ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല. കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടി എന്ന് വരില്ല. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. അതുപോലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം. ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും. പുതിയ ബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ജീവിതം സുഖകരമാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം അടങ്ങുന്ന ധനുരാശിക്കാരാണ്. കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ്. ഇൻകം വർദ്ധിക്കും. പക്ഷേ അതുപോലെ ചിലവുകൾ വർദ്ധിക്കുവാനും സാധ്യതകളുള്ളതിനാൽ അതിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. നന്നായി ആലോചിച്ച് വേണം പണമിടപാടുകൾ നടത്തുവാൻ. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ്. കരിയറിൽ പ്രത്യേകിച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. എല്ലാ കാര്യങ്ങളും സാമാന്യ രീതിയിൽ നടന്നു പോകുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും. ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും. ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ നല്ലതാണ്. പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. വീക്കെൻഡിൽ കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ്. ഉദ്യോഗത്തിലുള്ള കുംഭം രാശിക്കാർക്ക് ഓഫീസിൽ മേലധികാരികളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ഓഫീസിൽ വർക്കുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നീട് പ്രയോജനം വരാൻ ഇടയാക്കുന്നതായിരിക്കും. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക്. വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമാണ്. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് അനുകൂല സമയമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി ജീവിതം സന്തോഷപ്രദമാകുന്നതുമായിരിക്കും. കാലാവസ്ഥ മാറ്റം കാരണം ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ്. കരിയറിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. എല്ലാ കാര്യങ്ങളും സാമാന്യഗതിയിൽ നടന്നു പോകുന്നതാണ്. പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ധനാഗമനം ഉണ്ടാകും. പൈസ സേവ് ചെയ്യാനോ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനോ സാധിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഈ സമയത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുന്നതും
അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിരിക്കും. അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വലുതാക്കുവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ. ഈ ആഴ്ച മീനം രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. എത്ര ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.